നമുക്കിന്ന് കാരച്ചെമ്മീൻ അഥവാ ടൈഗർ പ്രോൺസ് വെച്ച് ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. എണ്ണയൊക്കെ വളരെ കുറച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് ക്ലീനൊക്കെ ചെയ്തെടുത്ത് നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് അതിനുശേഷം ഒന്നും കൂടി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന മസാലയൊക്കെ റെഡിയാക്കാവേ. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ഗരം മസാല, അതിനോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഞാൻ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം. അതിനുശേഷം സ്ക്യൂർ എടുത്ത് അതിലേക്ക് നമുക്കിത് കുത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കുത്തി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈക്കുള്ള സാധനം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പാൻ അടുപ്പിലോട്ട് വയ്ക്കാവേ. അപ്പോൾ പാൻ അടുപ്പിലോട്ടൊക്കെ വെച്ച് അതിലേക്ക് ജസ്റ്റ് എണ്ണയൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇതെല്ലാം നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൈഗർ പ്രോൺസ് ഈ സ്ക്യൂറിൽ കുത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പം എല്ലാം റെഡിയാക്കി നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടി കുറച്ച് എണ്ണയൊന്ന് തൂവി കൊടുക്കുകയാണ്. പിന്നെ നേരിയ തീയിൽ, അതായത് സിമ്മിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിരിച്ചും ഇടാവേ. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഫ്രൈ ആയി എന്ന് മനസ്സിലാവുമ്പം അതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ടൈഗർ പ്രോൺസാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചോറിൻ്റെ കൂടെ അല്ല വെറുതെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ.